കാവ്യഭൂമി യജമാന സ്നേഹം പ്രകടിപ്പിച്ച് വാലാട്ടി കിതയ്ക്കുന്നത് കണ്ടില്ലേ? എന്നാലും ഒന്നാം പേജിൽ കമഴ്ന്നടിച്ച് കിടക്കുന്ന മോദി യജമാനന്റെ പിൻഭാഗം തന്നെ വായനക്കാരന് സമർപ്പണം നടത്തിയ ആ ബുദ്ധിയെ അഭിനന്ദിക്കാതെ വയ്യ. കാവ്യഭൂമി ചാനൽ ഇന്നലെ മുഴുക്കെ രാമനാമ ജപയജ്ഞത്തിലായിരുന്നെങ്കിൽ ഇന്ന് പത്രം രാമനെ വഴിയിൽ തള്ളി മോദി സ്തുതി ഗീതങ്ങളിൽ ആറാടുകയാണ്. വിഗ്രഹത്തിൽ പ്രാണൻ പകർന്ന യജമാനന്റെ കൈകളെ ചിത്രങ്ങൾക്കൊപ്പം വർണ്ണിച്ചിട്ട് മാതൃഭൂമിക്ക് മതി വരുന്നില്ല. മുഖ്യ യജമാനനായ പ്രധാനമന്ത്രിയും റാംലല്ലയ്ക്കുമൊപ്പം ശ്രദ്ധാകേന്ദ്രമായെന്നാണ് കാവ്യഭൂമി വായനക്കാരോട് പറയുന്നത്. എല്ലാം മോദിമയം. രാമഭക്തിയിൽ പൊതിഞ്ഞ് മുഖ്യ യജമാനനോടുള്ള വിധേയത്വം വിളിച്ചു കൂവുകയാണ് മാതൃഭൂമി. ബാബറി മസ്ജിദ് മാത്രമല്ല, ആ പേര് തന്നെ വ്യത്യസ്തമാക്കും വിധമാണ് പുതിയ പള്ളി നിർമ്മിക്കാൻ പോകുന്നത്. മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന പേര്. നൂറ്റാണ്ടുകൾ നിലനിന്ന ഒരു ആരാധനാലയം ഇടിച്ചു നിരത്തി അവിടെ ക്ഷേത്രം പണിത് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി മുഖ്യ യജമാനനായി പ്രതിഷ്ഠ നടത്തിയതൊന്നും മാതൃഭൂമിക്കോ മനോരമയ്ക്കോ മറ്റു മാധ്യമങ്ങൾക്കോ വിഷയമേ അല്ല. നിർമ്മാണം പാതിയായ ക്ഷേത്രത്തിൽ സംഘപരിവാർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രതിഷ്ഠയിൽ മനം നിറഞ്ഞാടുകയാണ് മാധ്യമങ്ങൾ. അവർ സരയൂ നദീതീരത്തെ ദീപാവലിയിലും രാംലല്ലയിലെ സർവാഭരണ വിഭൂഷകളിലും മതിമറന്ന് ആറാടുകയാണ്. കൺതുറന്ന് രാംലല്ല എന്ന 8 കോളം തലക്കെട്ടിൽ മനോരമ മതേതരത്വത്തിൻ്റെ നെഞ്ചിലേറ്റ വൻ മുറിപ്പാട് മായ്ക്കാൻ ശ്രമിക്കുന്നു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ എന്ത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യൻ രാഷ്ട്രത്തെ രാംലല്ലയിൽ തളച്ചിടാനുള്ള സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിൽ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് മോദിക്കുള്ള മനോരമയുടെ ഗ്യാരണ്ടിയാണ് ഇന്നത്തെ പത്രം. അതുകൊണ്ടാണ് മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പള്ളികളിലെ കുരിശുകളിൽ സംഘപരിവാർ അക്രമികൾ കാവിക്കൊടി നാട്ടി പ്രാണപ്രതിഷ്ഠ ആഘോഷിച്ചതൊന്നും മനോരമ കാണാതെ പോയത്. മുസ്ലിം താൽപര്യ സംരക്ഷ വേഷമണിഞ്ഞ ജമാഅത്ത് പത്രം മുതൽ ദീപിക വരെ നാണംകെട്ട വിധേയത്വത്തിൻ്റെയും ഭയത്തിൻ്റെയും മുഖവുമായാണ് ഇന്ന് പുറത്തിറങ്ങിയത്. മോദി കുനിയാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് തുടങ്ങിയ മിക്ക മലയാള മാധ്യമങ്ങളും കാൽ കീഴിൽ കമഴ്ന്ന് കിടന്നിഴയാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. മോദിയും സംഘപരിവാറും ഹിന്ദുത്വ ചാലിച്ച് രാഷ്ട്രീയ കച്ചവടം കൊഴിപ്പിക്കുമ്പോൾ നാവ് നുണഞ്ഞ് യജമാനന് പിന്നാലെ കൂടുകയാണ് മാധ്യമങ്ങൾ. അവർക്ക് ജനാധിപത്യം തകർന്നാലെന്ത്, മതേതരത്വം നശിച്ചാലെന്ത്, പള്ളികൾ ഇടിച്ചു നിരത്തിയാലെന്ത്? ഇവിടെയും നട്ടല്ലു വളയ്ക്കാതെ സത്യം വിളിച്ചു പറയാൻ അയോധ്യയിൽ നടന്നത് പ്രാണപ്രതിഷ്ഠയല്ല വോട്ട് പ്രതിഷ്ഠയെന്ന് ഉറച്ചു പറയാൻ ചങ്കൂറ്റമുള്ള മാധ്യമങ്ങൾ ഉണ്ടെന്നത് ജനാധിപത്യത്തിന് പ്രതീക്ഷയും കരുത്തും പകരുന്നു. അവർ ആ ചങ്കൂറ്റം തുടരട്ടെ. അത് കണ്ടിട്ടും നാണമേതുമില്ലാതെ മനോരമയും മാതൃഭൂമിയാദികളും മോദിയുടെ പാദസേവ തുടരട്ടെ.